ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു രണ്ടര വർഷമായി ഞാനൊരു കാറിൻ്റെ റിവ്യൂ ഇട്ടിട്ട് ഇന്ന് ഞാൻ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ XUV 700 റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിരിക്കുന്നു. ഞാനിപ്പോൾ പുറത്ത് കാനഡയിലാണ്. ഞാൻ വെക്കേഷന് വന്നപ്പോഴാണ് ഈ വണ്ടി ആദ്യമായി ഓടിക്കുന്നത്. വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമായിട്ട് എൻ്റെ കമ്പാനിയൻ ഇദ്ദേഹമാണ്. ഇതാണ് വണ്ടിയുടെ കീയിൽ ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, പിന്നെ ട്രങ്ക് തുറക്കാനുള്ളൊരു ബട്ടണും ഉണ്ട്. പക്ഷേ അത് നിൽക്കിയിട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല, തുറക്കുന്നു അങ്ങനെയൊന്നുമില്ല. സാധാ ഒരു ബേസിക് കീ ആണ്. കീയിൽ നിന്നൊരു മാറ്റം വന്നിട്ടില്ലല്ലോ മഹീന്ദ്രയ്ക്കെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. കാരണം 500-ന് ഏകദേശം ഇതേപോലെ കീ ആണ്. ഇത് അത്ര ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ലോക്കും ഈ ബട്ടൺസ് എല്ലാം കിഴുത്ത വീഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 500 അങ്ങനെ തന്നെ വരിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒക്കെ കീസ് ഉണ്ടല്ലോ, നല്ല അടിപൊളി കീസ്. എന്തുകൊണ്ട് മഹീന്ദ്ര അങ്ങനത്തെ നല്ല കീസ് നമുക്ക് തരുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. എനിവേ, നമുക്കിനിയും യൂഷ്വൽ തുടങ്ങുന്ന പോലെ തന്നെ ഞാൻ ഹുഡ് തുറന്നിട്ടിട്ടുണ്ട്. ഹുഡ് ഇടുമ്പോൾ തന്നെ ഇൻഡിക്കേറ്ററെല്ലാം, ഹസാർഡ് ലൈറ്റ്സ് എല്ലാം ഓണാവും. നല്ല കനവുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇത് XUV 700 AX7 ആണ്. AX7 ലക്ഷറി അല്ല, ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള മോഡൽസാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ് ഇതിൽ, ഫീച്ചേഴ്സ്. പക്ഷേ എന്നിരുന്നാലും വേണ്ട കാര്യം മെയിൻലി ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. മാഡാസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എൻജിൻ ബേ കണ്ടില്ലേ, പണ്ട് തൊട്ടേ മഹീന്ദ്രയുടെ എൻജിൻ ബേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര വെൽ ഓർഗനൈസ്ഡ്, വെൽ ലെയ്ഡ് ഔട്ട് എൻജിൻ ബേ ആണ് ഇവരുടെ. എല്ലാം നല്ല അതിൻ്റേതായ രീതിയിൽ കിടപ്പുണ്ട്. അല്ല അവിടെ ഇവിടെ ഒന്നും അല്ല, എല്ലാം കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിടപ്പുണ്ട്. 500-നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 500-ൻ്റെ എൻജിൻ കവർ കുറച്ചും കൂടി ഇതിലും ഭേദമായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു രസമായിരുന്നു അതിന് തുറക്കുമ്പോൾ തന്നെ കാണാൻ. ഇതൊരു ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കുറച്ച് സ്പേസൊക്കെ വെച്ചിട്ടുണ്ട്, കൈയൊക്കെ അകത്തോട്ടൊക്കെ ഇട്ട് പണിയാനൊക്കെയാണ്. പിന്നെ ഇൻസുലേഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ബോട്ട് നല്ല കനമുണ്ട്. XUV 500-ൻ്റെ W10, W11 വേർഷൻസിനൊക്കെ ഹൈഡ്രോളിക് സ്ട്രട്സ് ആയിരുന്നു വരുന്നത്. ചുമ്മാ മുകളിലോട്ട് കൊടുത്താൽ തന്നെ പൊങ്ങിപ്പോയി. ഇത് പക്ഷേ അല്ല, ഇത് മാനുവൽ തന്നെ. സാധനം നമ്മൾ കൈ തന്നെ പൊക്കണം, എന്നിട്ട് പിന്നെ ഇതുപോലെ സ്റ്റാൻഡ് എടുത്ത് ഇവിടോട്ട് വെക്കണം. ഹെഡ്ലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി LED ഹെഡ്ലൈറ്റ്സ് ആണ്. പണ്ടേ 500-ൻ്റെ തന്നെ ഹെഡ്ലൈറ്റ്സ് വളരെ അടിപൊളിയാണ്. നല്ല ത്രോയും നല്ല വിസിബിലിറ്റിയും ആയിരുന്നു. ഇതിനിപ്പോൾ കംപ്ലീറ്റ്ലി LED ആയി. ഇവിടെ ഡേ ടൈം റണ്ണിങ് ലാംപ്സ് പോയിട്ടുണ്ട്. വണ്ടി ഓണാകുമ്പോൾ അതും ഓണാവും. ഫോഗ് ലാംപ്സും LED ആണ്. കാര്യം എല്ലാം LED ആണ്. ഇവിടെ യൂഷ്വലി ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറ വരുന്നത്. പക്ഷേ നമ്മുടെ ഈ AX7 മോഡലിന് 360 ഡിഗ്രി ക്യാമറ ഇല്ല, റിവേഴ്സ് ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ടൊരു സാധനം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എനിവേ, ഈ പുതിയ ലോഗോ എനിക്ക് അറിഞ്ഞുകൂടെ. എനിക്കിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കുമ്പോൾ പുതിയ ലോഗോ എന്തോ ഒരു ആഫ്റ്റർ തോട്ടായിട്ട് തോന്നിയ പോലെ. അതായത് ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അവർ പഴയ ലോഗോ വെച്ച് ഇറക്കാൻ ഉദ്ദേശിച്ച, പക്ഷെ പിന്നെ പുതിയ ലോഗോ വെച്ച് ഇറക്കാമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ വേറെ ഒരു എന്തോ, അത് ഡസൻ ഫിറ്റ് ഇൻ പ്ലേസ് അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, സ്കോർപ്പിയോയിൽ ഞാൻ കണ്ടപ്പോൾ നന്നായിട്ടുണ്ട്. നമ്മൾക്കിനി സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം നല്ല 235/60R 18-inch ടയേഴ്സ് ആണ്. 500-ൽ 17 ഇഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷേ ടയർ സൈസൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു. നമുക്ക് തന്നേക്കുന്നത് അപ്പോളോ ആപ്റ്ററ ഹൈവേ ടയേഴ്സാണ് തന്നിരിക്കുന്നത്. പിന്നെ നല്ല, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല. അലോയ് ഡിസൈനിലൊന്നും ഡയമണ്ട് കട്ട് അലോയ്സാണ്. 4 ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വണ്ടിക്ക്. കളറ് ഇത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. അത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് ഇത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫുൾ ബോഡിയുടെ പുറത്തെ ഫിറ്റ് ആൻഡ് ഫിനിഷും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വണ്ടി ഒത്തിരി ഇറ്റ് ഹാസ് ഗോൺ മൈൽസ് അഹെഡ്. കാരണം 500-ന് ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു പാനൽ ഗ്യാപ്സും കാര്യങ്ങളും എല്ലാം. ഇതിൻ്റെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടോ, എല്ലാ ഗ്യാപ്പും കാര്യങ്ങളും എല്ലാം നല്ല വെൽ അലൈൻഡ് ആണ്. കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിനിഷിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. പുറത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാ പാനൽ ഗ്യാപ്പ് ഞാൻ പറഞ്ഞില്ല, എല്ലാം നല്ല ഫിറ്റും ഫിനിഷും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ പുതിയ ടൈപ്പ് ഡോർ ഹാൻഡിൽസ്, ഇതിന് AX7-ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്യണം എന്നാലേ തുറക്കത്തുള്ളൂ. നമ്മളിങ്ങനെ തുറക്കുകയാണ്. AX7L-ന് അത് നമ്മൾ അൺലോക്ക് നിൽക്കുമ്പോൾ തന്നെ അത് തന്നെ പോപ്പ് ഔട്ട് ചെയ്യും. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് നമ്മുടെ ടെസ്റ്റിലൊക്കെ കാണുന്ന പോലെ. അതൊരു കാര്യത്തിൽ നല്ലതാണ്. കാരണം പഴയ ഡോർ ഹാൻഡിൽ നമ്മൾ കൈയിട്ട് അതിൻ്റെ ആ പാനലിൽ മൊത്തം ഇങ്ങനെ എന്താ പറയുക, സ്ക്രാച്ചസ് വരുമായിരുന്നു. ഇപ്പോൾ അതിനങ്ങനൊന്നുമില്ല. ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് സോഫാർ ഒരു രീതിയിലും സ്ക്രാച്ചസോ ഒന്നും ഞാൻ കണ്ടില്ല. റിയറിലോട്ട് വരുമ്പോൾ
LED ടെയിൽ ലൈറ്റ്സ് ആണ്. പക്ഷേ റിവേഴ്സ് ലൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റ്സും സാധാ ബൾബ്സാണ് കൊടുത്തിരിക്കുന്നത്. റിയറിലോട്ട് വരുമ്പോൾ ഇത് തന്നെ പ്രശ്നം. ഞാൻ നേരത്തെ മുന്നിൽ പറഞ്ഞ പോലെ തന്നെ കണ്ട ഈ ഒരു ആഫ്റ്റർ തോട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ഈ എംബ്ലം എന്തോ അവിടെ കുത്തിക്കയറ്റിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ക്യാമറ ഇതൊക്കെ കുറച്ചും കൂടെ ഹൈഡ് ചെയ്ത് എങ്ങോട്ടെങ്കിലൊക്കെ വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിങ്ങനെ ഭയങ്കര ഒരു ഉല്ല് ബ്രിക്കിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. 2 പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് പുറകിൽ. പക്ഷേ 500-ന് 1, 2, 4 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണവും പിന്നെ ഇവിടെ ഈ സൈഡിലും ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. എനിവേ പക്ഷേ എന്നിരുന്നാലും റിവേഴ്സ് എടുത്തപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. എല്ലാം കറക്റ്റായിട്ട് ഫീഡ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. 500 കുറച്ചും കൂടെ കുറച്ച് ഓവർ ദ ടോപ്പ് ഡിസൈൻ ആയിരുന്നു. ഇതിന് കുറച്ചും കൂടെ നല്ല ക്ലീൻ ഡിസൈൻ. ഒരു സൈഡിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ജർമ്മൻ വണ്ടിയുടെയൊക്കെ ഒരു ഡിസൈൻ പോലെ ഒത്തിരി കുത്തിക്കയറ്റി അതെല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ ക്രോം എലമെൻറ്റ്സ് എനിക്ക് ഫീൽ ചെയ്തത്. സൈഡും കാണാനൊക്കെ വളരെ വളരെ നല്ലതാണ്. ഈ വണ്ടിയുടെ നല്ല പ്രസൻസ് ഉള്ള വണ്ടി തന്നെയാണ്. പിന്നെ വെള്ള വണ്ടിയാണെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ ബോഡി ലൈൻസൊക്കെ കുറച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും വെള്ള കളറാകുമ്പോൾ. പക്ഷേ ബ്ലാക്കിന് വേറൊരു ഭംഗി, വെള്ളയ്ക്ക് വേറൊരു ഭംഗി. ബ്ലാക്ക് അല്ല, മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നാണ് പറയുന്നത്. നേവി ബ്ലൂ കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം തന്നെ ഡിക്കി, അതായത് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ലഗേജ് ഡിക്കി സ്പേസ് കാണിച്ചു തരാം. ഇവിടെ അടിയിലൊരു ബട്ടണുണ്ട്. ഇത് ഇലക്ട്രിക്കൽ ടെയിൽ ഗേറ്റ് ഒന്നും അല്ല, ജസ്റ്റ് മാനുവൽ നോർമൽ ഓൾഡ് സ്കൂൾ നെക്കുക, നമ്മൾ കൈ വെച്ച് തുറക്കുക. ഹൈഡ്രോളിക് സ്ട്രട്സ് ഉണ്ട് കാര്യങ്ങൾ. ഇതിപ്പോൾ പുറകിലത്തെ സീറ്റ് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടേക്കുവാണ്. അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ചാക്ക്, ഒരു ടാർപ്പ പോലെ ഇങ്ങനെ ഒരു സാധനം വെക്കും. കാരണം നമ്മൾ എവിടെ യാത്ര പോയാലും വല്ല ചെടിക്കടയും കൊല്ലം കണ്ടാൽ ഞങ്ങൾ ചെടികളൊക്കെ വാങ്ങുന്ന അസുഖം ഉണ്ട്. അപ്പോൾ അത് മണ്ണൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടാർപ്പ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വന്നപ്പോൾ തൊട്ട് ഇദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ വണ്ടിക്കകത്തിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനും അമ്മയും പറയുന്നത് 40 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുക്കറാണ്, അത് കേടായത് ശരിയാക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ എവിടെയും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എനിവേ ഈ ഫുൾ സീറ്റ്സ്, ഇപ്പോൾ പുറകിലത്തെ സീറ്റ്സ് പൊക്കിയാലും കൂടിപ്പോയാൽ ഒരു 4-5 ഷോൾഡർ ബാഗ് അതേ വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയൊരു പെട്ടിയും കൂടെ വെക്കാം. പക്ഷേ ഇത് മറിച്ചാൽ നല്ല സ്പേസ് ഉണ്ട്. കാര്യങ്ങളും ഞാനൊരു ഫൂട്ടേജ് കാണിക്കാം. ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അതിൻ്റെ എന്തുമാത്രം കുത്തിക്കയറ്റി എന്ന് കാണിക്കാം. കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളായിരുന്നു അതിനകത്ത് കുത്തിക്കയറ്റിയിരുന്നത്. എനിവേ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബെൻസിന്ന് ഇതാ നേരെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. കോപ്പിങ് അല്ല, അത് ജസ്റ്റ് അത് ഇൻസ്പിറേഷൻ കൊണ്ടതായിരിക്കും. എനിവേ നമ്മളകത്തോട്ട് കയറുമ്പോൾ ഇതാ വലിയൊരു ഡിസ്പ്ലേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇൻഫോർടൈൻമെൻറ്റ്, ഇവിടെ നമ്മുടെ ക്ലസ്റ്ററും കാര്യങ്ങളും എല്ലാം. ഞാൻ വണ്ടി ഓൺ ആക്കാം. സ്റ്റിയറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കയറുമ്പോൾ കാല് തട്ടി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വണ്ടി അടച്ചേക്കാൻ നല്ല ചൂടുണ്ട്. അപ്പോൾ AC ഇടാം. AC ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. നമ്മൾ പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ കൺട്രോൾസ് എല്ലാം, ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്യാനൊക്കെ നല്ലതാണ്. ലെതർ റാപ്ഡ് നല്ല സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിക്ക് AX7 വരുന്നത് 6 എയർ ബാഗ്സ് ആണ്. AX7L-ന് 7 എയർ ബാഗും അതിന് ഒരു നീ എയർ ബാഗും വരുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ നോക്കുമ്പോൾ മെമ്മറി സീറ്റ് ഫങ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് സീറ്റ്സ് ആണ്. വിൻഡോ കൺട്രോൾസിൻ്റെ ബട്ടൺസ് എല്ലാം, പിന്നെ സൈഡ് വ്യൂ മിററിൻ്റെ ജോയ്സ്റ്റിക്ക് പോലത്തെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിനിഷിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാൽ ഈ സ്വിച്ചൊക്കെ നമ്മളിങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വർഷമായിട്ടുള്ളൂ ഇതിൻ്റെ വിൻഡോ മോട്ടർ കംപ്ലൈൻ്റ് ആയി. നമ്മളത് സർവീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ വാറൻറ്റിയിൽ അത് ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പാർട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ വയർലെസ് ചാർജർ വരുന്ന യൂണിറ്റാണ്. പക്ഷേ നമ്മുടെ ഈ മോഡലിന് വയർലെസ് ചാർജിങ് ഇല്ല. AX7L-നെ ഉള്ളൂ വയർലെസ് ചാർജിങ്. ഇവിടെ ജസ്റ്റ് നോർമൽ നമ്മുടെ ഫോണൊക്കെ വെക്കാം. അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ. എൻ്റെ ഫോൺ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ വേറൊരു ഫോൺ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെക്കാം. അതുപോലെ തന്നെ USB കണക്ടിവിറ്റിക്കുള്ളൊരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിന് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോഴും Type C അല്ല, Type A ആണ് ഞങ്ങളുടെ ഇതിന് വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇൻഫോർടൈൻമെൻറ്റിലുണ്ട്. അതാണെങ്കിലും കംപ്ലീറ്റ്ലി വയർലെസ് ആണ്. ജസ്റ്റ് നമ്മൾ വണ്ടിയില്ലാത്തോട്ട് ഫോൺ ബ്ലൂടൂത്ത് ഓണായി കയറുമ്പോൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തന്നെ നമ്മൾ കയറുമ്പോൾ എല്ലാം ചിലപ്പോൾ കണക്റ്റ് ആവത്തില്ല, ചിലപ്പോൾ പിന്നെ നമ്മൾ മാനുവലി ചെയ്യണം. എനിവേ ഡു നോട്ട് കംപ്ലൈൻറ്റ്. കാരണം ഇത്രയും സാധനങ്ങൾ അവർ കുത്തിക്കയറിയിട്ട് ചില ഫങ്ഷൻസൊക്കെ ചിലപ്പോൾ സ്ലോ ആയിരിക്കാം, ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല. അത് ഞാൻ ഒത്തിരി കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല കാര്യത്തിൽ.
500-നേക്കാളും ഒത്തിരി മുന്നോട്ട് ഇൻറ്റീരിയർ പോയിരിക്കുന്നു. നല്ല സീറ്റിംഗ് ഫിനിഷിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ, ലെതറേറ്റ് ഫിനിഷ്, സ്റ്റിച്ചിങ് കാര്യങ്ങളും ഇതൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെയൊക്കെ. എനിവേ ദാറ്റ്സ് ഫൈൻ, നോ കംപ്ലയിൻറ്റ്സ്. എല്ലാ കാര്യങ്ങളും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ 500-ൽ കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ മിസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. 500-ൽ താഴെ ഇതിന് താഴെ ഒരു ഡാഷ് ഉണ്ട്. 500-ന് ഇതുപോലെ താഴെ ഒരു ഡാഷ് ഉണ്ട്. അത്യാവശ്യം വലിയതാണ്. ഇവിടെ ഒരു ചെറിയ ബുക്ക്ലെറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ. 500-ന് മേളിലും ഉണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ നമുക്ക് രണ്ട് കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 500-ൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 500-ന് 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ റോട്ടറി ബട്ടൺസ് ഫംഗ്ഷൻ വന്നുകൊണ്ടായിരിക്കും അത് അവരെടുത്ത് കളഞ്ഞത്. എനിവേ അത് ജസ്റ്റ് നെറ്റ് പിക്കിംഗ് ആണ്, അത് വലിയ കാര്യമല്ല. പിന്നെ വേറെ കാര്യം, ഈ ആംറസ്റ്റിൻ്റെ ഉള്ളിലെ കമ്പാർട്ട്മെൻറ്റ് ഇത് കൂൾഡാണ്. ഇത് കൂൾഡ് കമ്പാർട്ട്മെൻ്റ് ആണ്. അത് കണ്ട് ഇവിടെ ഒരു വെൻ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 500-ൽ ഇത് കുറച്ചും കൂടെ ഡീപ്പായിരുന്നു. എൻ്റെ 500 വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാനത് നമുക്ക് ബിയർ ക്യാൻസ് ഒക്കെ വെക്കാമെന്ന് പറഞ്ഞു. അതിൽ കുറച്ചും കൂടെ വെക്കാം. ഇതിൽ മേ ബി ഒരു 4 എണ്ണം. പിന്നെ 500-ൽ അതിൻ്റെ AC അതിൻ്റെ ആ വെൻറ്റ് അടിയിലായിരുന്നു, താഴെ ഈ നിലത്തായിരുന്നു. പക്ഷേ ഇവിടെ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ ആ പൊസിഷനാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. മറ്റേ താഴെ വരുമ്പോൾ എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. ഇത് നന്നായിട്ടുണ്ട്, പെട്ടെന്ന് കൂളാവും. ഓക്കെ. പിന്നെ ഹാൻഡ് ബ്രേക്സ് ഒക്കെ X7-ന് വരുമ്പോൾ ഇത് മാനുവലി മാനുവലി ചെയ്യുന്നതാണ്, ഇലക്ട്രിക്കലല്ല. പിന്നെ അതുപോലെ തന്നെ അലക്സയോട് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്തു തരും. സൺറൂഫ് തുറക്കാൻ പറഞ്ഞാൽ തുറന്നു തരും. പാട്ട് വെച്ച് തരാം ചേച്ചി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതൊക്കെ വെച്ച് തരും. പിന്നെ ഇതാ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ്. ഞാൻ എപ്പോഴും ഓട്ടോമാറ്റിക്കിലാണ് ഇടുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ വൈപ്പർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഫംഗ്ഷനുണ്ട്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹൈ ബീം അസിസ്റ്റും ഉണ്ട്. അതും നമ്മൾ ഓട്ടോമാറ്റിക്കിൽ ഇട്ടിട്ട് നമ്മൾ എപ്പോഴും കംപ്ലീറ്റ്ലി ഹൈ ബീമിലിട്ട് വെക്കുകയാണെങ്കിൽ മുന്നേ എതിരെ വണ്ടിയൊന്നും വരുന്നില്ലെങ്കിൽ തന്നെ വണ്ടി ഹൈ ബീം ഇടും. എതിരെ വണ്ടി വരികയാണെങ്കിൽ തന്നെ ലോ ബീമും ആക്കും. പക്ഷേ ചില സമയങ്ങളിൽ സ്കൂട്ടറുകൾ വരുമ്പോൾ ലോ ബീം ആയില്ല. പക്ഷേ കാറുകൾ വരുമ്പോൾ എല്ലാം ലോ ബീം ആവുന്നുണ്ട്. സ്കൂട്ടറുകൾ വരുമ്പോൾ എന്തോ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഒരു കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കലി ഇട്ടിട്ട് 80 കിലോമീറ്ററിന് മേളിൽ പോകുമ്പോൾ ഹൈ ബീമിലായിരിക്കണം. 80 കിലോമീറ്ററിന് മേളിൽ പോകുമ്പോൾ കുറച്ച് എക്സ്ട്രാ ലൈറ്റ്സും കൂടെ വരും വണ്ടിക്ക്, കുറച്ചും കൂടെ നല്ല വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി. 500-ൽ നല്ല ആംബിയൻ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഗ്രീനിഷ് ബ്ലൂയിഷ് ഷെയ്ഡുള്ള ആംബിയൻ ലൈറ്റിംഗ്. അത് ഇവിടെ ഇങ്ങനെ ഈ ഡോറിൻ്റെ ഇവിടെയും തറയിലും എല്ലായിടത്തും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ആംബിയൻ ലൈറ്റിംഗ് എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു വൈറ്റ് കളർ ഓപ്ഷൻ ഇങ്ങനെ പോകുന്നത്. വേറെ ലൈറ്റ്സ് ഒന്നുമില്ല. അത് ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത് 500-ന് ഉള്ള രസമായിരുന്നു. നമ്മൾ രാത്രിയിലൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ 500-ന് അത് ഒരു പ്രത്യേക രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഇവിടെ തന്നെ ഒരു റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയും ഒരു ലൈറ്റ്, അത് 500-ലെ പോലെ തന്നെ താഴെയും നിങ്ങൾക്ക് കാണാൻ കണ്ട്. എനിവേ അത് ഈ 500-ൽ അത് 4 ഡോറിലും ഉണ്ടായിരുന്നു. 700 വന്നപ്പോൾ അത് ഫ്രണ്ടിലത്തെ 2 ഡോറിലും മാത്രമേ ഉള്ളൂ. പുറകിലത്തെ ഡോർസിനൊന്നും ആ ലൈറ്റും പരിപാടികളൊന്നുമില്ല. കാരണം 500-ന് ഇവിടെ ഒരു ലൈറ്റ് വരുമായിരുന്നു. ഇപ്പോൾ ട്രങ്കിൽ ആക്ച്വലി ലൈറ്റ്സ് ഇല്ല. ഞാൻ സൈഡിലൊക്കെ നോക്കി. ഇനി ഞാൻ മിസ് ഔട്ട് ചെയ്യുവാണോ, ആൾക്കാർക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. പക്ഷേ ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല. പിന്നെ പുറകിലത്തെ സീറ്റിൽ സ്പേസൊക്കെ നോക്കാം. പുറകിൽ 500-നെ പോലെ തന്നെ ഇഷ്ടം പോലെ ലെഗ് സ്പേസ്, നീറും നല്ലോണം ഉണ്ട്. 500-നെക്കാട്ടിലും തൈ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് വണ്ടിക്ക്, കുറച്ചും കൂടെ തൈ സപ്പോർട്ട് വന്നിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ടണലും കാര്യങ്ങളൊന്നും ഇല്ല, ഫ്ലാറ്റാണ്. എന്നാലും നടുക്കിരിക്കുന്നവർക്ക് വലിയ കാര്യമായിട്ട് ലെഗ് സ്പേസും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം കണ്ടോ ഇങ്ങനെ ഒരു ക്രാംപ്ഡ് ഫീലിംഗ് വരും. പുറകിലത്തെ സീറ്റ് വളരെ നന്നായിട്ട് അവർ അപ്പോൾസ്റ്ററിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇരിക്കാനും നല്ല സുഖമുണ്ട്. 500-നെക്കാളും നല്ലതാണ് പുറകിലത്തെ സീറ്റ്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പിന്നെ ശ്രദ്ധിച്ചത്, ഫ്രണ്ടിലത്തെ സീറ്റ്, അതായത് ഡ്രൈവറിൻ്റെയും കോ പാസഞ്ചറിൻ്റെ സീറ്റും എനിക്ക് 500-ലായിരുന്നു ആക്ച്വലി കുറച്ചും കൂടി ഇഷ്ടം. കുറച്ചും കൂടെ തിക്കായിരുന്നു 500-ലെ ഫ്രണ്ട് സീറ്റ്സ്. കുറച്ചും കൂടെ കംഫർട്ട് എനിക്ക് തോന്നി. ഇതെനിക്കൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. പക്ഷേ സ്റ്റിൽ ഐ എം ഫൈൻ വിത്ത് ഇറ്റ്. പക്ഷേ 500-ലെ സീറ്റ്സ് ഞാൻ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്. പുറകെ ഇരുന്ന് നല്ല വ്യൂ ആണ്. ഈ സൺറൂഫ്, അതായത് ഇവർ പറയുന്നത് സൺറൂഫ് എന്നാണ്. ഈ സൺറൂഫൊക്കെ തുറന്നിട്ട് പോകുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. യാത്രയൊക്കെ നല്ല സുഖമാണ്. ഇവിടെ ടൈപ്പ് സി ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് സി ആണ്.
ഇവിടെ കേബിൾ കുത്തിയിട്ട് നമുക്ക് ഫോൺ ഇങ്ങനെ നൈസായിട്ട് ഇവിടോട്ടങ്ങ് വെക്കാം. പുറകിലത്തെ AC വെൻസ് വളരെ നല്ലതാണ്. പണ്ട് 500 ഇവിടെ ആയിരുന്നു AC വെൻസ് കൊടുത്തിരുന്നത്. ആക്ച്വലി 500ൻ്റെ പൊസിഷൻ AC വെൻ പൊസിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ ഒത്തിരി എന്താ പറയുക, അതിനകത്ത് ഒത്തിരി ത്രോ ഒന്നും ഇല്ലായിരുന്നു. തണുത്ത കാറ്റൊന്നും അങ്ങനെ വരത്തില്ലായിരുന്നു ബേസിക്കലി. ജസ്റ്റ് ഒരു ചെറിയൊരു ഇത്. പക്ഷേ ഇത് ഇവിടെ ആണെങ്കിലും നല്ല ത്രോ ഉണ്ട് എൻ്റെ AC-ക്ക്. പിന്നെ ബോസ് മോഡ് ഫങ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ലിവർ വലിച്ചിട്ട് ഇത് നമുക്ക് സീറ്റ് മുന്നോട്ടും പുറകിലോട്ടും നീക്കാൻ പറ്റാവുന്നതാണ്. ഇറ്റ് ഈസ് ഗുഡ്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് പുറകെ ഇരിക്കുന്നതിന് മുന്നിൽ ഇരിക്കുന്നതിന് പണി കൊടുക്കണമെങ്കിൽ ജസ്റ്റ് വലിച്ചിട്ട് മുന്നോട്ടങ്ങ് കയറ്റിയാൽ മതി. 500 ഉണ്ടായിരുന്ന പോലെ തന്നെ ഇവിടുത്തെ റിയർ പാസഞ്ചേഴ്സിനും ഒരു AC വെൻ്റ് ഉണ്ട്. കാലിന് ഉള്ളൊരു AC വെൻ്റ് ഇവിടെ ഉണ്ട്. അപ്പുറത്തും അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിൽ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റീഡിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറകിൽ. അത് 2 ഉണ്ട്. നല്ല ത്രോ ഉള്ള ലൈറ്റ്സ് തന്നെയാണ്, നല്ല ബ്രൈറ്റ് ആണ്. ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ വിചാരിച്ചത് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ. കാരണം ഈ മോഡലിൽ 360 ഡിഗ്രി ക്യാമറയല്ല, ജസ്റ്റ് റിവേഴ്സ് ക്യാമറയും സെൻസറും മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലും സെൻസർ ഇല്ല. 360 ഡിഗ്രി അത് ഭയങ്കര ഒരു മിസ് ഔട്ട് ഇതായിപ്പോയി. കാരണം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം വണ്ടി ഹ്യൂജ് ആണല്ലോ, അപ്പോൾ നമുക്കത് നോക്കിയും കണ്ടൊക്കെ എടുക്കാമായിരുന്നു. എനിവേ ദാറ്റ്സ് ഫൈൻ. നമ്മൾ റിവേഴ്സോട് ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു ലേ ഔട്ടാണ്. നമുക്കിത് ഫുൾ സ്ക്രീൻ ആക്കാം. വീഡിയോ ക്വാളിറ്റി അത്രയ്ക്ക് നല്ലതെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ റീസെൻ്റ്ലി ഞാൻ പുതിയ സ്കോർപ്പിയോ ഓടിച്ചു. സ്കോർപ്പിയോനേക്കാളും നല്ല ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫ്രെയിംസ് പെർ സെക്കൻഡ് എല്ലാം നന്നായിട്ടുണ്ട്. ഇൻബിൽഡ് നാവിഗേഷൻ ഉണ്ട്. അത് ഇവിടെയും കാണിക്കും. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് നമുക്ക് ഫുൾ സ്ക്രീനും ആക്കാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫുൾ സ്ക്രീനായിട്ട് നാവിഗേഷൻ ഇവിടെ കിട്ടും. ഒരു കാര്യം ഞാൻ ഈയിടയ്ക്ക് ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ആഡ് ബ്ലൂ ഡീസൽ ഇവിടെ ഇപ്പുറത്താണ് ഒഴിക്കുന്നത്. ആഡ് ബ്ലൂ കുറവായിരുന്നു സർവീസ് കൊടുക്കുന്നതിന് മുന്നേ. വളരെ 20% എന്തോ ഉള്ളായിരുന്നു. അതൊക്കെ നമുക്ക് ഇൻഡിക്കേഷൻ കാണാം. അത് ഇൻഫോർടൈൻമെൻറ്റിൽ കാണിക്കും. ഇൻഫോർടൈൻമെൻ്റ് അല്ല, ക്ലസ്റ്ററിൽ കാണിക്കുന്നത് എത്ര ഉണ്ട്, എത്ര ശതമാനം ഉണ്ടെന്നൊക്കെ കാണിക്കും, എത്ര കിലോമീറ്റർ ഓടുമെന്നൊക്കെ വരെ കാണിക്കും. അപ്പോൾ ആഡ് ബ്ലൂ കുറവായിരുന്ന സമയത്ത് ഈ വണ്ടി അനങ്ങുമ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തോ വെള്ളം ഇങ്ങനെ കിടന്ന് നീങ്ങുന്നൊരു സൗണ്ട്, ടക്ക് ക്ലബ് 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 എന്നൊരു സൗണ്ട്. അപ്പം ഞാനിത് വിചാരിച്ചത് എന്താ, അപ്പോൾ ഇനി വെള്ളം വല്ലതും കയറിയോ, അതോ ഡീസൽ ഇനി വല്ലതും ആണോ, ഇവിടെ കിടന്ന് ഇങ്ങനെ നീങ്ങുന്നതുകൊണ്ടാണോ? പക്ഷേ പിന്നെ ഡീസൽ ടാങ്ക് താഴെയല്ലേ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ വരുന്നത്? അപ്പോൾ ഞാൻ ഈയിടെ സർവീസിന് കൊടുത്തപ്പോൾ ഇത് ഞാൻ ഈ കാര്യം അഡ്രസ്സ് ചെയ്തു. അവർ പറഞ്ഞു അത് സംഭവം എന്തെന്ന് വെച്ചാൽ ആഡ് ബ്ലൂ കുറവായതുകൊണ്ടാണ്. ആഡ് ബ്ലൂ ഇപ്പോൾ ഫുള്ളാക്കിയപ്പോൾ ആ സൗണ്ടില്ല. ആഡ് ബ്ലൂ കുറവായിരുന്നപ്പോൾ അതിങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിൻ്റെ സൗണ്ടാണ്. ആണോ മാൻ, അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അതിപ്പോൾ കുറയുമ്പോൾ അതെപ്പോഴും ആ സൗണ്ട് കൊണ്ട് ഞാൻ ജീവിക്കണോ? അതെനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. വിച്ച് ഈസ് ബാഡ്. അതെന്താ, അത് എല്ലാ വണ്ടിക്കും, എല്ലാ BS6 വണ്ടികൾക്കും അങ്ങനെ ഉള്ളതാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. എനിവേ ദാറ്റ്സ് ഇറ്റ് ഫോർ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ. വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽ ബിൽട്ടാണ്. അത് നമുക്ക് ഫീൽ ചെയ്യാം. എല്ലാം പുറത്തെ കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ 500നെ വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ 500ൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. ആംബിയൻ ലൈറ്റിങ്, ഡോറിലുണ്ടായിരുന്ന പഡിൽ ലാംപ്സ്, അതുപോലെ തന്നെ മറ്റേ XUV 500ന് ഇവിടെയും ലൈറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ ഈ ലൈറ്റ്സ് എല്ലാം ഓണാവും. അത് നല്ലൊരു ഇതാണ്. ഇതും ആകും. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ അൺലോക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, എല്ലാ ലൈറ്റ്സും ഓണാവും. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ഫ്ലാഷ് ചെയ്യും. പുറകിലത്തെ ടെയിൽ ലൈറ്റ്സും ഓണാവും, ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. വിച്ച് ഈസ് ഗുഡ്. അത് പക്ഷേ എന്നാലും 500ൻ്റെ ഒരു 20 സെക്കൻഡ് ഫുൾ ഹെഡ് ലൈറ്റും ഓണായി, സൈഡിലത്തെ എല്ലാ ലൈറ്റ്സ് എല്ലാം, അതായത് ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓണായി കിടക്കുമ്പോൾ കാണുമ്പോൾ അത് രസമായിരുന്നു. അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇത് ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ചും കൂടെ സട്ടിലാക്കിയതായിരിക്കും ലൈറ്റ്സിൻ്റെ വർക്ക്സ്. അപ്പോൾ ഇനി ഡ്രൈവിങ്ങിലേക്ക്. ഞാൻ ആദ്യമായിട്ട് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും XUV 500 ഓർമ്മ വന്നു. കാരണം ബേസിക്കലി 500 ഇൻവോൾവ് ചെയ്തതാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ 500ൻ്റെ ഒരു മാനറിസം ഒക്കെ ഉണ്ട് ഈ വണ്ടിയുടെ ഡ്രൈവിങ്ങിലും ഹാൻഡ്ലിങ്ങിലും കാര്യങ്ങളെല്ലാം. ആ ഒരു 500 ഒരു ബേസായിട്ട് വെച്ചാണ് അവർ 700 ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡ്രൈവിങ്ങിൽ ഭയങ്കരമായിട്ട് എവിഡൻ്റാണ്.
പിന്നെ ഇതിൽ 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സിപ്പ്, സാപ്പ് ആൻഡ് സൂം. സിപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈക്കോ മോഡ് എന്ന് പറയാം, സാപ്പ് സിറ്റി മോഡ് എന്ന് പറയാം, മിഡിൽ മോഡ്, സൂം ആണ് പവർ മോഡ്. അപ്പോൾ ഈക്കോ മോഡിൽ, അതായത് സിപ്പിൽ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണോ. സ്റ്റിയറിംഗ് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിപ്പിലാണെങ്കിൽ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ബട്ടറി സ്മൂത്ത്. ഇങ്ങനെ നമ്മൾ സിറ്റി ട്രാഫിക്കിൽ ഒത്തിരി വലിവൊന്നും വേണ്ടെങ്കിൽ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മോഡാണ്. സാപ്പിൽ ഇങ്ങനെ അത്യാവശ്യം പവറുണ്ട്, ബ്രേക്സ് ഒക്കെ കുറച്ചും കൂടെ ഒരു ബൈറ്റ് വന്നു, സ്റ്റിയറിംഗ് ഒരു പൊട്ടിക്കും കൂടെ കട്ടിയായി, പവറും ആംപിൾ എമൗണ്ട് ഓഫ് പവർ. ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്ന ഒരു 2300-2400 RPMസിലാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് 1500ലേക്ക് ടാക്കോമീറ്റർ നീഡിൽ താഴോട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് പിന്നെയും പയ്യെ കയറി പോകും. അതാണ് സാപ്പ്, അതായത് സിറ്റി മോഡ്. സൂമിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് സ്റ്റോറി, നല്ല പവറും നല്ല ടോർക്കും കാര്യങ്ങളും. നമ്മൾ ഓരോ ഗിയർ കഴിയും തോറും ടാക്കോമീറ്റർ നേരെ 2000 RPMന് തൊട്ട് താഴെ തന്നെ നിൽക്കുക. അപ്പോൾ അപ്പോഴും ആ ടെർബോ കിക്ക് ചെയ്യുന്ന ആ ഒരു RPM ലെവലിൽ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്ത് നോക്കും വണ്ടി, വിച്ച് ഇസ് ഗുഡ്. പിന്നെ വേറെ സ്റ്റിയറിംഗ് എനിക്ക് കംഫർട്ടായി, നല്ല ഷാർപ്പാണ്. നമ്മുടെ ഇൻപുട്സ് ഒക്കെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ് വെച്ച് കൊടുക്കുന്നത് അങ്ങോട്ട് തന്നെ വണ്ടി പോകുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഒരു ഡ്രാമയോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയിൽ ഒരു കിക്ക് ബാക്കോ സ്റ്റിയറിംഗിൽ കിക്ക് ബാക്സോ അങ്ങനെയൊന്നുമില്ല പഴയ പോലെ 500നെ പോലെ. പക്ഷേ ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ആ ഡ്രൈവറിനോട് ഒരു ആ റോഡിനോട് ഒരു കണക്റ്റഡ് ഫീല് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 500ൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരുന്ന സമയത്ത് നമ്മുടെ ഈ റോഡിലെ ഈ ഗ്രാനുലേഷൻ, അതായത് ആ റോഡിലെ ആ ടാർമാക്കിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് ആ സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പീഡൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കണക്റ്റഡ് ഫീൽ റോഡിനോട് വരുമായിരുന്നു. ഇതിനങ്ങനെയില്ല, റോഡ് ഫീൽ ചെയ്യുന്നേ ഇല്ല. ജസ്റ്റ് എന്താ പറയുക, ഫീല് പോയി. പക്ഷേ ഫീഡ്ബാക്കും പിന്നെ നല്ല ഡയറക്റ്റാണ് സ്റ്റിയറിംഗ്. ആ ഒരു ഫീല് പോയി പഴയത്. അത് ഇനിയിപ്പോൾ എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെ, ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഉള്ള എല്ലാ വണ്ടികൾക്കും എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല ഒടിവാണ് വണ്ടിക്ക്, നന്നായിട്ട് ഒടിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പൊക്കോളും, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ആ സൈസിൻ്റെ സെറ്റാക്കി ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഒക്കെ വളരെ കുറവാണ്, നല്ല ഗ്ലാസ് ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കെല്ലാം കാണാം. പിന്നെ ഡ്രൈവർ സീറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോണറ്റ് എല്ലാം അത്യാവശ്യം എല്ലാം കാണാം. നമുക്ക് ഒരു ടൈറ്റ് സ്പോട്ടിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്മിഷൻ, സർപ്രൈസിംഗിലി എനിക്ക് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. യൂഷ്വലി എനിക്ക് ഡ്യുവൽ ക്ലച്ചാണ് ഞാൻ എപ്പോഴും ഓട്ടോമാറ്റിക്കിന്. ഡ്യുവൽ ക്ലച്ചിന് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിലും എപ്പോഴും ഞാൻ ഓട്ടോമാറ്റിക്കിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ്. പക്ഷേ ഇത് ടോർക്ക് കൺവേർട്ടർ ഇതിന് വരുന്നത് എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ ഇൻപുട്സ് ഒക്കെ കറക്റ്റായിട്ട് അത് എടുക്കുന്നുണ്ട്. ഒരു ഗ്രൈപ്പ് ഗിയറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഇടുമ്പോൾ എന്തോ ഒരു ഓടായിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് അത് എനിക്ക് തോന്നണു. സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഇടുമ്പോൾ എനിക്കൊന്ന് ആ ഒരു ജെർക്കിങ് വരാതിരിക്കാൻ വേണ്ടി ക്ലച്ച് ഇങ്ങനെ നമ്മൾ താങ്ങിയെടുക്കുന്ന പോലെ ഒരു സൗണ്ടൊക്കെ ഭയങ്കര എവിഡൻ്റ് ആണ്. ആ ഒരു ഫംഗ്ഷൻ ഭയങ്കര എവിഡൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എന്താ അങ്ങനെയെന്നൊരു തോന്നൽ വരും. പിന്നെ 500നെ പോലെ തന്നെ ഒരു നോർമൽ ഓവർടേക്കിങ്ങിനൊന്നും നമ്മൾ ഡൗൺ ചെയ്ത് പോകേണ്ട കാര്യമില്ല. എല്ലാ ഗിയറിലും നല്ല പവറും ടോർക്കും ഉണ്ട്. ജസ്റ്റ് പയ്യെ കാല് കൊടുക്കുക, വണ്ടി നൈസായിട്ട് കയറി പോകും. പിന്നെ എക്സ്ട്രാ പവർ വേണമെങ്കിൽ മാത്രം അത് ചെയ്യും. ചില സമയങ്ങളിൽ ട്രാൻസ്മിഷൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, അയ്യോ എങ്ങോട്ടിടണോ, 60ന്ന് തേർഡിലോട്ട് ഇടണോ, ഫോർത്തിലോട്ട് ഇടണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ എങ്ങനെ കൺഫ്യൂഷൻ വന്നാലും എഞ്ചിൻ അത്രയ്ക്ക് നല്ലതായതുകൊണ്ട്, നല്ല പവർഫുൾ ആൻഡ് ടോർക്കി എഞ്ചിൻ ആയതുകൊണ്ട് എഞ്ചിൻ ഈ ട്രാൻസ്മിഷൻ്റെ പ്രശ്നങ്ങളെ അങ്ങ് മാസ്ക് ചെയ്ത് കയറ്റി കൊണ്ടുപോയിക്കോളൂ. ഇപ്പോഴും 500നെ പോലെ തന്നെ 700ൻ്റെ എഞ്ചിൻ അടിപൊളിയാണ്. അത് ഒരു ജെം ഓഫ് എൻ എഞ്ചിനാണ് ഇവരുടെ. ഡീസലായാലും പെട്രോൾ ആയാലും. ഡീസലിൽ നമുക്ക് മൈലേജ് വരുന്നത് എനിക്കൊരു 14-15 ഒക്കെ ആവറേജ് ചെയ്യുന്നുണ്ട് KMPL. പവർ ഫിഗേഴ്സ് 185 bhp. പിന്നെ ടോർക്ക് വരുമ്പോൾ 450 Nm ഓഫ് ടോർക്ക് ഉണ്ട്. ഒരിക്കലും പവറിൻ്റെയും ടോർക്കിൻ്റെയും കമ്മി എനിക്ക് തോന്നുന്നേ ഇല്ല. ഇതിൻ്റെ മേളിൽ ഇതിനേക്കാളും പ്രൈസി ആയിട്ടുള്ള വണ്ടികളിലെ ഓടിപ്പിടിച്ച് പുറകെ പോയി പിടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണിത്. കാരണം പിന്നെ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ 200 എബോവ് ഒക്കെ പോകുന്നതൊക്കെ, സുഖമായിട്ട് പോകും, നോ പ്രോബ്ലം. NVH ലെവൽസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. പഴയ 500നെ പോലെ ഒത്തിരി വിൻ നോയ്സ് ഒന്നും അകത്തോട്ട് കയറുന്നില്ല, റോഡ് നോയ്സ് ഒന്നും ഒത്തിരി ഇല്ല. പിന്നെ എൻജിൻ നോയ്സും ഉണ്ട്, ഭയങ്കര എവിഡൻ്റ് ആണ്. കമ്പാരിറ്റീവ്ലി 500നേക്കാളും കുറവാണ്, പക്ഷെ എന്നാലും ഉണ്ട്. പിന്നെ അറിയാലോ ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സെഗ്മെൻറ്റ് ഫസ്റ്റ് അതും പുള്ളിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ എല്ലാ വണ്ടിയും ക്യാച്ചപ്പ് ചെയ്തു.
ഹാരിയറിലും സഫാരിയിലൊക്കെ വരുന്നുണ്ട്. വേറൊരു കാര്യം പിന്നെ സസ്പെൻഷൻ, അതിന് ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ സ്പീഡിൽ പോർട്ട് ഹോൾസ് ഒക്കെ 500-നേക്കാളും നന്നായിട്ട് സോക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല 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 പ്ലഷ് റൈഡൊക്കെ തരുന്നുണ്ട്. എന്നിരുന്നാലും ഇത് ഒത്തിരി നന്നായെന്ന് ഞാൻ പറയത്തില്ല. ദർ ഇസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ റൈഡിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷേ ഇത്രയും വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ നെക്സ്റ്റ് ഇനി അടുത്ത 2-3 വർഷത്തിൽ അവരതെല്ലാം റെക്ടിഫൈ ചെയ്യുമെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഇറ്റ് പ്രിറ്റി മച്ച്. ടേക്ക് കെയർ ഗൈസ്. സുഖമായിട്ടിരിക്കും, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അടുത്ത വീഡിയോയുമായി വരാം എന്തെങ്കിലും. ബൈ.